പക്ഷേ മാലേഗാവ് സ്ഫോടന കേസിൽ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു എന്ന വാർത്തയാണ് അല്പസമയം മുമ്പ് കോടതിയിൽ നിന്ന് പുറത്തേക്ക് വന്ന്. പ്രഗ്യാ സിംഗും പുരോഹിതും കുറ്റമുക്തരാണ്. ഏതെങ്കിലും തരത്തിൽ തെളിവില്ല. ഈ ബൈക്കിലാണ് സ്ഫോടക വസ്തു സ്ഥാപിച്ചതെന്നതിന് തെളിവില്ല. ആ ബൈക്ക് പ്രഗ്യയുടേതാണെന്നതിന് തെളിവില്ല. ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന യോഗം നേരത്തെ ATS-ഉം NIA-യും ഒക്കെ പറഞ്ഞ ദീർഘമായ ഗൂഢാലോചന യോഗങ്ങൾ ആ പ്ലാനിങ്ങിനും ഒന്നും തെളിവില്ല. എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു. ഇപ്പോഴും കൽസംഗരടക്കം 2 പേർ ഒളിവിലാണ്. അതും അവരും പ്രധാനപ്പെട്ട പ്രതികളാണ്. അവരൊഴിച്ച് ബാക്കി എല്ലാവരും കോടതിയിൽ ഹാജരായിരുന്നു. എല്ലാവരും വളരെ സന്തോഷമായിട്ടാണ് കോടതിയിൽ ഹാജരായത്. എന്തായാലും അവർ പ്രതീക്ഷ പോലെ തന്നെ വിധി വരുന്നു. എല്ലാവരും വെറുതെ വിട്ടു. അന്വേഷണ ഏജൻസി പൂർണ്ണമായി പരാജയപ്പെട്ടു എന്ന് തന്നെ കോടതി ഏതെങ്കിലും അർദ്ധസംഖ്യയ്ക്ക് ഇടയില്ലാത്തതെന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. സ്ഫോടനം നടന്ന് അതിനുശേഷം ദീർഘമായ 17 വർഷം നീണ്ട വ്യവഹാര വഴി കൊടുവിലാണ് കേസിൽ എല്ലാ പ്രതികളെയും വെറുതെ വിടാനുള്ള തീരുമാനം. ഗൂഢാലോചന തെളിയിക്കാനായില്ലെന്ന് പറയുന്നു. ശ്രീനാഥ് ചന്ദ്രൻ തുടർന്നു. ശ്രീനാഥ്, കോടതി വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ വരുന്നുണ്ടോ? ഈ വിക്ടിംസിന്റെ അഭിഭാഷകന്റെ നദീം എന്നാണ് പേരെന്നാണ് ഓർമ്മ അടക്കം അവരുടെ പ്രതികരണങ്ങൾ വരുന്നുണ്ടോ ശ്രീനാഥ്? അശ്മി, ഇപ്പോൾ കോടതി വിധിയുടെ ഏതാണ്ട് പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് വരുന്നു. കോടതിയുടെ നിരീക്ഷണങ്ങൾ ഇതൊക്കെയാണ്. ഒന്നാമത്തേത്, RDX കൊണ്ടുവന്നതിന് തെളിവില്ല. കേണൽ പുരോഹിതാണ് ഈ സ്ഫോടനത്തിനുള്ള RDX കൊണ്ടുവന്നത് എന്നതായിരുന്നു NIA-യുടെ കണ്ടെത്തൽ. എന്നാൽ കോടതി അത് തള്ളിക്കളയുകയാണ്. അതിന് തെളിവില്ല. ബോംബ് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ കേണൽ പുരോഹിതാണ് എന്ന വാദവും അവിടെ നിലനിൽക്കുന്നില്ല. ലഫ്റ്റനന്റ് കേണൽ പുരോഹിത്തിനെതിരായ ആ വാദവും തെളിയിക്കാൻ കഴിയുന്നില്ല. ബൈക്ക് ആര് കൊണ്ടുവന്നു എന്നതിന് തെളിവില്ല. ആരാണ് നാസിക്കിനടുത്തുള്ള ഈ മലേഗാവിലേക്ക് സ്ഫോടനം നടന്ന ഇടത്തേക്ക് ഈ ബൈക്ക് LML ബൈക്ക് എത്തിച്ചത് എന്നത് തെളിയിക്കാനായില്ല. നേരത്തെ NIA പറഞ്ഞിരുന്നത് രാമചന്ദ്ര കൽസംഗ്ര എന്നയാളാണ് ഈ ബൈക്ക് എത്തിച്ചത്, ഇപ്പോൾ ഒളിവിലുള്ള ഈ പ്രതിയാണ് എത്തിച്ചത് എന്നതായിരുന്നു NIA പറഞ്ഞിരുന്നത്. പക്ഷേ അത് തെളിയിക്കാൻ കഴിയുന്നില്ല. ബൈക്കിന്റെ ഉടമസ്ഥത, ഈ ബൈക്ക് പ്രഗ്യാ സിംഗ് ഠാക്കൂറിൻ്റെതാണ് എന്നതായിരുന്നു 2 അന്വേഷണ ഏജൻസികളും പറഞ്ഞിരുന്നത്. അതേ തുടർന്നാണ് 1 മാസം കഴിയുമ്പോഴേക്കും ആദ്യ പ്രതിയെ പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ അറസ്റ്റ് ചെയ്തത്. പക്ഷേ അതും തെളിയിക്കാൻ കഴിയുന്നില്ല. ഈ ബൈക്കിന്റെ എഞ്ചിനിലുള്ള നമ്പർ അത് പ്രഗ്യാ സിംഗിന്റെ ഉടമസ്ഥതയിലുള്ള വണ്ടിയുടേതാണ് എന്നത് തെളിയിക്കാൻ കഴിയുന്നില്ല. 2 വർഷം മുമ്പ് ഈ സന്യാസ ജീവിതത്തിലേക്ക് പോയ ആളാണ് പ്രഗ്യാ സിംഗ് ഠാക്കൂർ എന്നതുകൂടി കോടതി എടുത്തു പറയുന്നു. മാത്രമല്ല UAPA അടക്കമുള്ള വകുപ്പുകൾ ഈ കേസിൽ ചുമത്താൻ ഒരു തരത്തിലും കഴിയില്ല എന്നതും കോടതി പറയുന്നു. ചുരുക്കത്തിൽ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന്റെ തുടക്കം മുതൽ വീഴ്ച സംഭവിച്ചു എന്നതാണ് കോടതിയുടെ ഇപ്പോൾ കണ്ടെത്തൽ. അന്വേഷണത്തിന്റെ തുടക്കത്തിൽ ശേഖരിക്കേണ്ട തെളിവുകൾ പോലും കൃത്യമായി ശേഖരിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് കോടതി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശാസ്ത്രീയമായി ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകളും മറ്റും കണ്ടാമിനേറ്റഡ് ആയിരുന്നു. അതിലൊക്കെ തന്നെ ആ തരത്തിൽ അത് ഒരു തെളിവായി സ്വീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു ഈ സ്ഫോടനം നടന്ന ഇടം. പെട്ടെന്ന് തന്നെ അതിനെ വേലികെട്ടി തിരിക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല എന്നതടക്കമുള്ള ഈ തുടക്കകാലത്ത് ഈ സ്ഫോടനം നടന്നതിന് തൊട്ട് പിന്നാലെ നടന്ന വീഴ്ചകൾ ഓരോന്നും കോടതി ഇപ്പോൾ ഈ ഉത്തരവിൽ, ഈ വിധി പ്രസ്താവത്തിൽ എണ്ണി കോടതി പറയുകയാണ്. അങ്ങനെ പ്രാഥമികമായി പോലും ഈ കേസ് പ്രതികൾക്ക് നേരെ ഉയരുന്നേയില്ല എന്നതാണ് കോടതിയുടെ കണ്ടെത്തൽ. അങ്ങനെയാണ് ഈ കേസിലെ 1 മുതലുള്ള എല്ലാ പ്രതികളെയും 7 പ്രതികളെയും ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ 2 പ്രതികൾ പുറത്തുള്ള പ്രതികൾക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ബന്ധം തെളിയിക്കാൻ ഇനിയിപ്പോൾ അന്വേഷണ ഏജൻസികൾ യാതൊരു തരത്തിലും കഴിയുകയുമില്ല. അല്പസമയത്തിനകം തന്നെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ NIA ആവശ്യപ്പെട്ടു. അത് കോടതി അംഗീകരിച്ചില്ല. ടക്കലെ എന്ന് പറയുന്ന ഒരു ജഡ്ജിയാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ ജഡ്ജിക്ക് സ്ഥലമാറ്റം അടക്കം ഉണ്ടാകുന്ന കാര്യങ്ങൾ പിന്നീട് വിവാദ വിധേയമായതാണ്. മൊത്തം 323 സാക്ഷികളുണ്ടായിരുന്നു. 30ഓളം പേർ മരിച്ചുപോയി വിചാരണയ്ക്ക് മുമ്പ് തന്നെ. 40-40ഓളം സാക്ഷികൾ കൂറുമാറുന്ന സാഹചര്യം അവിടെ ഉണ്ടായി. അപ്പോൾ അടിമുടി കേസിന് പ്രഹരമേൽക്കുന്ന സംഗതികളാണ് ഇതൊക്കെയും. ശ്രീനാഥ്, അപ്പോൾ ഇനി മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിലും NIA അപ്പീലുമായി പോകും എന്നൊക്കെ കരുതണോ? അതിനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ആ തരത്തിൽ പോകുമോ എന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഏതായാലും ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ഗസ്റ്റ് ഹൗസിൽ ഇപ്പോൾ ഒരു യോഗം ചേരുന്നുണ്ട്. അജിത് പവാറും ഒപ്പം തന്നെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും മുഖ്യമന്ത്രിയും ഇപ്പോൾ ഒരു യോഗം ചേർന്നുകൊണ്ട് ഈ സാഹചര്യം വിലയിരുത്തുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അവരുടെ ഭാഗത്ത് നിന്ന് ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും, ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രതികരണം വരുമോ, എന്തെങ്കിലും ഒരു നീക്കം വരുമോ എന്നത് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ
ഒരു പക്ഷേ ഈ നേരത്തെ ബോംബെയിലെ ട്രെയിൻ സ്ഫോടന കേസിൽ പ്രതികളെ എല്ലാവരും വെറുതെ വിട്ട ഉത്തരവിനെതിരെ സുപ്രീം കോടതി വരെ പോയതാണ് മഹാരാഷ്ട്ര സർക്കാർ. ഏതാനും ദിവസങ്ങൾ മാത്രമേ ആവുന്നുള്ളൂ. ആ തരത്തിൽ എന്തെങ്കിലും ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നത് അറിയേണ്ടിയിരിക്കുന്നു. കാരണം മഹാരാഷ്ട്ര ATS ആണ് ആദ്യം ഈ കേസ് അന്വേഷിക്കുന്നതും ഏതാണ്ട് ഈ എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്തു. പിന്നീട് NIA വന്നപ്പോൾ ചില പ്രതികളെയൊക്കെ തന്നെ ഈ കേസിൽ നിന്നും ഒഴിവാക്കുകയായിരുന്നു ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ പോലും കേസിൽ തെളിവുകളുടെ അഭാവത്തിൽ ആ തരത്തിൽ പ്രതിയായി ചേർക്കാൻ കഴിയില്ല എന്നൊരു വാദം പ്രഗ്യാ സിംഗ് ഠാക്കൂർ BJP-യുടെ മുൻ MP ആണ്. BJP ഭരിക്കുന്ന മഹാരാഷ്ട്രയിൽ. അപ്പോൾ ആ കേസിൽ അപ്പീൽ പോകണം എന്ന തീരുമാനമൊക്കെ ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഉണ്ടാവാൻ വലിയ സാധ്യത അങ്ങനെ രാഷ്ട്രീയ കാലാവസ്ഥയോടുണ്ട്. അതല്ലാതെ എന്താണ് സാങ്കേതികമായി പോയേക്കാം എന്നതിനപ്പുറം എന്തായാലും രാജ്യം ഞെട്ടിയ 6 പേരുടെ മരണത്തിന് കാരണമായ 100 പേരിലധികം പേരുടെ പരിക്കിന് കാരണമായ ആ സ്ഫോടന കേസിലെ 7 പ്രതികളും കുറ്റമുക്തരാണ് എന്ന് കോടതി പറയുകയാണ്.